തൈമിൻ, തൈമിന് പകരം ഇവിടെ അഡിനിൻ, ഗ്വാനിന് പകരം ഇവിടെ സൈറ്റോസിൻ, സൈറ്റോസിന് പകരം ഇവിടെ ഗ്വാനിൻ, ഗ്വാനിന് പകരം സൈറ്റോസിൻ, അഡിനിൻ. ഇതാണ് നമ്മളുടെ ഡോട്ടർ. നിങ്ങൾ മേളിൽ കാണുന്നത് ശരിക്കും ലീഡിംഗ് സ്ട്രാൻഡ് ആണ്, കണ്ടോ? ലീഡിംഗ് സ്ട്രാൻഡ് ആണ്. താഴെ കാണുന്ന ലാഗിംഗ് സ്ട്രാൻഡ് ആണ്. നൈട്രജൻ ബേസുകൾ തമ്മിൽ കൂടിച്ചേർന്നിട്ടാണ്. അപ്പൊ അഡിനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ടും. നമസ്കാരം, ഞാൻ വൈശാഖ്. എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ സ്ഥലത്ത് നിന്നും DNA റെപ്ലിക്കേഷനിലേക്ക് കടക്കുവാണ്. ഇപ്പൊ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സെൻട്രൽ ഡോഗ്മയിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ പിന്നെ ഒരു കാര്യം പറഞ്ഞു, നമ്മള് ഫസ്റ്റ് വൺ ഈ DNA എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു, 2 സ്ട്രാൻഡ് ആക്കി സെപ്പറേറ്റ് ചെയ്തു. ദെൻ ഓൺലി ദ മെഷീനറി ഓഫ് നമ്മളുടെ റെപ്ലിക്കേഷൻ, മെഷീനറി ഓഫ് റെപ്ലിക്കേഷൻ ക്യാൻ എന്താണ് സ്ട്രാൻഡ്, ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് ഫിഗർ ഒക്കെ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ നമ്മളുടെ പാരന്റ് സ്ട്രാൻഡ് എന്താണെന്ന് അറിയാലോ. ഓക്കെ, പാരന്റ് സ്ട്രാൻഡ്. അപ്പൊ ഇതിനകത്ത് ഇൻഫർമേഷൻ ഉണ്ടാവും. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, അഗൈൻ ഗ്വാനിൻ, അഡിനിൻ, ഇങ്ങനെ ഇൻഫർമേഷൻ ഉണ്ടാവും. അപ്പൊ ഇതിനെയാണ് നമ്മൾ കോപ്പി ചെയ്യാൻ പോകുന്നത്. അപ്പൊ പുതിയ സ്ട്രാൻഡ് ഇതിനകത്ത് നിന്ന് ഉണ്ടാവുന്ന സമയത്ത് ഇറ്റ് വിൽ ബി, അല്ലെ, പുതിയ സ്ട്രാൻഡ് ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ സീക്വൻസ് എന്തായിരിക്കും? ഫസ്റ്റ് അഡിനിന് പകരം ഇവിടെ എന്തായിരിക്കും? തൈമിൻ, തൈമിന് പകരം ഇവിടെ അഡിനിൻ, ഗ്വാനിന് പകരം ഇവിടെ സൈറ്റോസിൻ, സൈറ്റോസിന് പകരം ഇവിടെ ഗ്വാനിൻ, ഗ്വാനിന് പകരം സൈറ്റോസിൻ, അഡിനിൻ. ഇതാണ് നമ്മളുടെ ഡോട്ടർ സ്ട്രാൻഡ്. പച്ച കളറിലുള്ള ഡോട്ടർ സ്ട്രാൻഡ് ഇവിടെ ഫോം ചെയ്തു. അപ്പൊ ഇവിടെ പുതിയ ഉണ്ടായ സ്ട്രാൻഡ് ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക? നമുക്കറിയാം DNA സ്ട്രാൻഡ് എന്ന് പറയുന്നത് ആന്റി പാരലൽ ആണ്. 2 സ്ട്രാൻഡ് ഉണ്ട് DNAക്ക്, അല്ലെ? ഒരു സ്ട്രാൻഡ്, 2 സ്ട്രാൻഡ്. ഒരു സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ 3' to 5' ആണെന്ന് വിചാരിക്കൂ. അതായത് ഒരു എൻഡിൽ നമ്മളുടെ റൈബോസിന്റെ 3ാമത്തെ കാർബൺ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കും, 3' OHന്റെ ആ പോർഷൻ. ഓക്കെ, ഒരു സ്ഥലത്തോ 5' ഫോസ്ഫേറ്റ് പുറത്തേക്ക് തള്ളി നിൽക്കും. മനസ്സിലായോ? അപ്പൊ ഇപ്പുറത്ത് നേരെ തിരിച്ച് ആന്റി പാരലൽ, ദിസ് ഇസ് ഇൻ വൺ ഡയറക്ഷൻ, അനദർ വൺ ഈസ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇവിടെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 5' ഫോസ്ഫേറ്റ് ആയിരിക്കും ഇവിടെ, 5' ഡയറക്ഷൻ. ഇത് 3', ജസ്റ്റ് ഓപ്പോസിറ്റ്, ആന്റി പാരലൽ നേച്ചർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഇത് പാരന്റ് സ്ട്രാൻഡ് ആണ്. പാരന്റ് സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ ഏതാണ്? ഇത് 3'ഉം ഇത് 5'ഉം ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇത് നേരെ തിരിച്ചായിരിക്കും, 5' to 3' ആയിരിക്കും. അതായത് ഉണ്ടാവുന്ന ഡോട്ടർ സ്ട്രാൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്നർത്ഥം. അപ്പൊ ഇനി റെപ്ലിക്കേഷൻ നടത്തണമെങ്കിൽ ഇത് ഇങ്ങനെ കോപ്പി ചെയ്ത് പുതിയ സ്ട്രാൻഡ് ആഡ് ചെയ്ത് പോകുന്ന എൻസൈമിന്റെ പേരാണ്, റെപ്ലിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെയിൻ എൻസൈമിന്റെ പേരാണ് ഏത്? DNA പോളിമറൈസ്. DNA പോളിമറൈസ്. DNA പോളിമറൈസ്. ഓക്കെ, DNA പോളിമറൈസ്. അപ്പൊ DNA പോളിമറൈസ് ആണ് എൻസൈം എന്ന് പറഞ്ഞു. ഇനി ഈ DNA പോളിമറൈസ് ആണ് റെപ്ലിക്കേഷന് വേണ്ട മെയിൻ എൻസൈം. ഈ DNA പോളിമറൈസ്, അപ്പൊ നമ്മുടെ സ്ട്രാൻഡ് ഇതാണ് DNA എന്ന് വിചാരിക്കുക. DNAയുടെ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലായിരിക്കും സ്കാൻ ചെയ്ത് പോകുന്നത്? 3' to 5' ഡയറക്ഷൻ. ഇങ്ങനെയാണ് പോളിമറൈസ് പോവുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്? ഇതാണ് നമ്മളുടെ പുതിയ സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ. പുതിയ സ്ട്രാൻഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇതായിരിക്കും 3', ഇതായിരിക്കും 5'. അപ്പൊ ഇതാ ഇവിടെ എഴുതിയേക്കുന്നു, ടെംപ്ലേറ്റ് സ്ട്രാൻഡ് സ്കാൻഡ് ഇൻ ഡയറക്ഷൻ ഓഫ് 3' to 5', ഈ ഡയറക്ഷൻ. ആൻഡ് ഡോട്ടർ സ്ട്രാൻഡ് സിന്തസൈസ്ഡ് ഇൻ ദ ഡയറക്ഷൻ 5' to, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക, 5' to 3' ഡയറക്ഷൻ. ഓക്കെ, അപ്പൊ പുതിയ സ്ട്രാൻഡ് എന്തായിരിക്കും? ഇറ്റ് ഈസ് കോംപ്ലിമെന്ററി, കാരണം ആന്റി പാരലൽ ആണ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞതാണ്. ബേസിക് ആണ്, മനസ്സിലാക്കി വെക്കുക. മനസ്സിലാവില്ല, അല്ലെ? അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, റെപ്ലിക്കേഷനിലേക്ക് ഒന്നും എത്തിയില്ല. റെപ്ലിക്കേഷൻ കഴിയുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ക്ലിയർ ആവും. അതിനോർത്ത് പേടിക്കേണ്ട. നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് എന്തൊക്കെയാണ് വേണ്ടേ എന്ന് പറയണ്ടേ? അപ്പൊ അതാണ് ആദ്യം പറയുന്നത്. അപ്പൊ ആദ്യം വേണ്ടത് DNA, നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പ്രോക്യാരിയോട്ടിക് റെപ്ലിക്കേഷൻ ആണ്. പ്രോക്യാരിയോട്ടിക് റെപ്ലിക്കേഷൻ ആണ്. ഈ പ്രോക്യാരിയോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ന്യൂക്ലിയസ്, ട്രൂ ന്യൂക്ലിയസ് ഉണ്ടോ അവർക്ക്? നോട്ട് ട്രൂ ന്യൂക്ലിയസ്. അവർക്ക് കൃത്യമായിട്ടുള്ള ന്യൂക്ലിയസ് ഇല്ല, അതിന് കൃത്യമായിട്ടുള്ള മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് ഇല്ല. ഇങ്ങനെയുള്ള ഓർഗാനിസങ്ങളാണ് പ്രോക്യാരിയോട്സ് എന്ന് പറയുന്നത്. ഉദാഹരണം ഏതാണ്? നമ്മളുടെ ഈ കോളി പോലെയുള്ള ബാക്ടീരിയകൾ ഉണ്ടല്ലോ, ബാക്ടീരിയകള്, ആർക്കിയ, അല്ലെ? ആർക്കിയ എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് നമ്മളുടെ പ്രോക്യാരിയോട്സിൽ വരുന്നത്. അപ്പൊ അവരിൽ നടക്കുന്ന റെപ്ലിക്കേഷൻ ആണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ പറയുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക,
ദിസ് റെപ്ലിക്കേഷൻ ഈസ് ഇൻ കേസ് ഓഫ് പ്രോക്യാരിയോട്ട്. അപ്പൊ പ്രോക്യാരിയോട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ DNA പോളിമറൈസ്. എല്ലാത്തിലും വേണം DNA പോളിമറൈസ്. അപ്പൊ ആദ്യം നമ്മൾ പ്രോക്യാരിയോട്ട് ആയതുകൊണ്ട് പ്രോക്യാരിയോട്ടിലെ അല്ലെങ്കിൽ ഈ കോളിയിലെ നമ്മളൊരു മോഡൽ ഓർഗാനിസം ആണ് ഈ കോളി. റെപ്ലിക്കേഷൻ പഠിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ ഓർഗാനിസം ആണ് എസ്കേർഷ്യ കോളി എന്നറിയപ്പെടുന്ന ഈ കോളി. ഓക്കെ, അപ്പം അതിന് വേണ്ട 5 പോളിമറൈസ് ഉണ്ട്. പോളിമറൈസ് 1, പോളിമറൈസ് 2, 3, 4 ആൻഡ് 5. അങ്ങനെ 5 പോളിമറൈസ് ആണ് ഈ കോളിയിലുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു DNA പോളിമറൈസ് ആണ് അല്ലെ. ഇപ്പൊ പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കി വരണം. ഏത് ഡയറക്ഷനില്? പുതിയ സ്ട്രാൻഡ് 5 പ്രൈം 3 പ്രൈം ഇങ്ങോട്ടാണ് ഉണ്ടാക്കി വരുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ പുതിയ സ്ട്രാൻഡ് ആഡ് ചെയ്യേണ്ട ഡയറക്ഷൻ എന്താണ്? 5 പ്രൈം ടു 3 പ്രൈം, ഈ ഡയറക്ഷനിലാണ് അല്ലെ. അപ്പം ഈ ഡയറക്ഷനിൽ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? 5 പ്രൈം ടു 3 പ്രൈം പോളിമറൈസ് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. അപ്പൊ ഇത് എല്ലാ പോളിമറൈസിനും ഉണ്ട്. നോക്കിക്കേ, പോളിമറൈസ് 1-നുണ്ടോ? ഉണ്ട്. പോളിമറൈസ് 2-ന്, 3-ക്ക്, 4-ന്, 5-ന് എല്ലാ പോളിമറൈസിനും ഉള്ള ആക്ടിവിറ്റി ആണ് ഇങ്ങനെ ആഡ് ചെയ്യാനുള്ള കഴിവ്. 5 പ്രൈം ടു 3 പ്രൈം പോളിമറൈസ് ആക്ടിവിറ്റി. പോളിമറൈസ് ആക്ടിവിറ്റി. ഇനി അടുത്തത്, ഇങ്ങനെ ആഡ് ചെയ്യുന്ന ഈ എൻസൈമുകളെ അല്ലെ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കണം അല്ലെ. അപ്പൊ ഈ പോളിമറൈസ് എൻസൈമുകൾക്ക് അത്യാവശ്യം എല്ലാത്തിനും ഇല്ല, അത്യാവശ്യം എല്ലാത്തിനും തന്നെ എന്തുണ്ടാവും? പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഉണ്ടാവും. എന്ന് വെച്ചാല് നോക്കിയേ, സ്കാൻ ചെയ്തിട്ട് തെറ്റായിട്ടുള്ള വളരെ കുറച്ച് മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും. അതായത് മുറിച്ച് മാറ്റുക. ഓക്കെ, അപ്പൊ ഇൻകറക്റ്റ് ആയിട്ടുള്ള എന്താണ് ബേസിനെ ഇവിടുന്ന് എടുത്ത് മാറ്റാനുള്ള കഴിവ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു പോളിമറൈസ് റീഡ് ചെയ്യുന്ന ഡയറക്ഷൻ നമുക്കറിയാലോ. ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക അല്ലെ? 3 പ്രൈം ടു 5 പ്രൈം ഡയറക്ഷൻ അല്ലെ. 3 പ്രൈം ടു 5 പ്രൈം ഡയറക്ഷൻ. അപ്പൊ ഈ ഡയറക്ഷനിൽ പോയിട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡിനെ കട്ട് ചെയ്ത് മാറ്റാനായിട്ടുള്ള എബിലിറ്റിയാണ് 3 പ്രൈം 5 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. ഓക്കെ, മനസ്സിലാവുമല്ലോ. അപ്പൊ ഇത് ആർക്കൊക്കെ ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. ഓക്കെ, 3 പ്രൈം 5 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ആദ്യത്തെ 3 പോളിമറൈസ് 1-നുണ്ടോ? ഉണ്ട്. 2-നുണ്ട്, 3-ക്കുണ്ട്. ലാസ്റ്റ് 2 പോളിമറൈസ് DNA റിപ്പയറിനകത്തുള്ള എൻസൈം ആണ്. ഇതിനെന്തില്ല? ഈ 2 ആക്ടിവിറ്റിയും ഇല്ല. 3 പ്രൈം 5 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി 4-നും 5-നും DNA പോളിമറൈസ് 4-നും 5-നും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി. പഠിക്കാൻ എളുപ്പ, ഒരേ ഒരാക്കേ ഉള്ളൂ. ഇവർക്ക് ആർക്കും ഇല്ല. 2-നില്ല, 3-ക്കില്ല, 4-നില്ല ആൻഡ് 5-നില്ല. എന്ത് ആക്ടിവിറ്റി ആണെന്നറിയോ? ഇത് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. 5 പ്രൈം 3 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. ഓക്കെ, ഇത് ആർക്കില്ല? ഇത് നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ മനസ്സിലാക്കാം. ഈ എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ദാറ്റ് ഈസ് ഇൻ 5 പ്രൈം 3 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മള് അവസാനം ഇതാണ് പാരന്റ് സ്ട്രാൻഡ്. അപ്പൊ പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഫൗണ്ടേഷൻ വേണം. ഈ ഫൗണ്ടേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൈമർ. ഇത് ശരിക്കും RNA ആണ്. ഓക്കെ, ഇവിടെയാണ് സ്റ്റാർട്ടിങ്. നമ്മുടെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ടിങ് ഇവിടെയാണ്. ഓക്കെ, ഇതിലേക്കാണ് നമ്മൾ പുതിയ DNTPs അല്ലെങ്കിൽ DNA ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്കാണ്. കണ്ടോ, പുതിയ സ്ട്രാൻഡ് ആഡ് ചെയ്തു. എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പ്രൈമറിനെ നീക്കണം, റിമൂവ് ചെയ്യണം. വി ഹാവ് ടു റിമൂവ് ദ പ്രൈമേഴ്സ്, അതായത് RNA റിമൂവ് ചെയ്യണം. ഇത് മാറ്റുന്ന എൻസൈം ആണ് RNA പോളിമറൈസ് RNA അല്ല, DNA പോളിമറൈസ് 1. DNA പോളിമറൈസ് 1. ഓക്കെ, അപ്പം അതിന് വേണ്ട ആക്ടിവിറ്റി ആണ് 5 പ്രൈം 3 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് മാത്രം ഇപ്പൊ മനസ്സിലാക്കുക. ഈ പ്രോസസ്സിനെ നമ്മൾ നിക് ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കും. നിക് ട്രാൻസ്ലേഷൻ. ഇത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇതിന്റെ അവസാനം, ഈ ക്ലാസിന്റെ അവസാനം നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാണാം. മനസ്സിലായല്ലോ. ഒന്നും വിചാരിക്കേണ്ട. 5 പോളിമറൈസ് 1-നുള്ള ആക്ടിവിറ്റി, 3 എല്ലാ ആക്ടിവിറ്റിയും ഉണ്ട്. 5 പ്രൈം 3 പ്രൈം പോളിമറൈസ് ആക്ടിവിറ്റി, 3 പ്രൈം 5 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി, 5 പ്രൈം 3 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി. പോളിമറൈസ് 2 റിപ്പയർ. പോളിമറൈസ് 2 എന്താണ്? മെയിൻ പോളിമറൈസ് ആണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. അല്ല, പോളിമറൈസ് 2 എന്താണ്? റിപ്പയർ എൻസൈം ആണ്. അതിന് എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട്? 5 പ്രൈം 3 പ്രൈം പോളിമറൈസ് ആക്ടിവിറ്റി, 3 പ്രൈം 5 പ്രൈം എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അടുത്തത് പോളിമറൈസ് 3 ആണ്. മെയിൻ എൻസൈം പാർട്ടിസിപ്പേറ്റഡ് ഇൻ റെപ്ലിക്കേഷൻ. ഇതിന് എന്തൊക്കെ ആക്ടിവിറ്റി ഉണ്ട്? 5 പ്രൈം 3 പ്രൈം പോളിമറൈസ് ആക്ടിവിറ്റി, 3 പ്രൈം 5 പ്രൈം പോളിമറൈസ് ആക്ടിവിറ്റി,
സോറി 3' 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. അപ്പൊ 2നും 2നും ഏകദേശം ഒരേ ആക്ടിവിറ്റി ആണ്, പക്ഷെ രണ്ടും വ്യത്യാസമാണ്. മനസ്സിലായല്ലോ അല്ലെ? ആൻഡ് 3 ആണ് മെയിൻ പോളിമറൈസ് എന്ന് പറയുന്നത്. 3 ആണ് മെയിൻ പോളിമറൈസ് എന്ന് പറയുന്നത്. ഇനി 4ഉം 5ഉം റിപ്പയറിനുള്ളതാണ്, 2ഉം റിപ്പയറിനുള്ളതാണ്. ഓക്കെ, അപ്പോ ക്ലിയർ ആണല്ലോ, കാര്യങ്ങൾ മനസ്സിലായല്ലോ അല്ലെ? ഇനി നമ്മൾ പതുക്കെ കുറച്ചുകൂടെ കാര്യങ്ങളിലേക്ക് കിടക്കുവാണ്. ആദ്യം നമ്മളിപ്പോ ആദ്യത്തെ ആൾ ആരാണ്, എന്താണ് ആവശ്യമുള്ള ഒന്നാമത്തെ സംഭവം? DNA പോളിമറൈസ് ആണ്. DNA പോളിമറൈസ് ആണ്. അടുത്ത നോക്കിക്കേ, ഇതിന് വേണ്ട സബ്സ്ട്രേറ്റ് എൻസൈം നമ്മൾ പറഞ്ഞു, DNA പോളിമറൈസ്. ഇനി ഇതിന് വേണ്ട സബ്സ്ട്രേറ്റ് എന്താണ്? ഫസ്റ്റ് വൺ, ഇറ്റ് റിക്വയർ ഡിയോക്സി ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് അഥവാ DNTPs വേണം, ന്യൂക്ലിയോടൈഡ്സ് വേണം അല്ലെ? നമ്മളുടെ ഡിയോക്സി റൈബോസും നൈട്രജൻ ബേസും ഫോസ്ഫേറ്റും ഒക്കെ അടങ്ങിയ ആ മുത്ത്, നമ്മൾ ആദ്യം പറഞ്ഞ മുത്ത് അഥവാ ന്യൂക്ലിയോടൈഡ് വേണം. ഫസ്റ്റ് വൺ വേണ്ടത് DNTPs ആണ്. സെക്കൻഡ് വേണ്ടത്, അടുത്തത് പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. ഈ രണ്ട് സബ്സ്ട്രേറ്റുകളാണ്. ഒന്നാമത്തെ എന്താണ്? DNTPs ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. നമുക്ക് 1 by 1 പോവാം, എല്ലാം കൂടി പറയുന്നില്ല. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? DNTPs നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. DGTP, DCTP, DATP, DTTP. അതായത് ഷുഗർ, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ്, G ആവാം അല്ലെ, C ആവാം, A ആവാം, T ആവാം. ഇതാണ് ഫസ്റ്റ് കേസ്. ഓക്കെ, അടുത്ത് നോക്കിയേ, DNTPs നമുക്ക് മനസ്സിലായി. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയണോ? സ്ട്രക്ചർ നോക്കിക്കോളൂ. DNTPsന്റെ സ്ട്രക്ചർ നോക്കിക്കോളൂ. ആൽഫ, ബീറ്റ, ഗാമ, 3 ഫോസ്ഫേറ്റ് ഉണ്ട്. ഫസ്റ്റ് ഈസ് ആൽഫ, സെക്കൻഡ് ഈസ് ബീറ്റ ആൻഡ് തേർഡ് ഈസ് ഗാമ. ഈ ലൊക്കേഷൻ ആവശ്യമുണ്ട് നമുക്ക് റെപ്ലിക്കേഷൻ പഠിക്കാൻ നേരത്തെ, ആക്ച്വൽ റെപ്ലിക്കേഷനിലേക്ക് എത്താൻ നേരത്തെ നമുക്ക് ഈ ലൊക്കേഷൻസ് ആവശ്യമുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ ആണ്. ഈ കാണുന്നതാണ് പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. അപ്പൊ നമുക്ക് ഇതാണ് ഇവിടുത്തെ പാരന്റ് സ്ട്രാൻഡ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ഓക്കെ, അപ്പൊ പുതിയ സ്ട്രാൻഡ് ആഡ് ചെയ്യേണ്ടത് ഇവിടെയാണ് അല്ലെ? അപ്പൊ ഇത് എങ്ങനെ ആഡ് ചെയ്യും? ഒരു DNTP നേരെ ആദ്യമേ ഇവിടെ കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരു വീട് കെട്ടണമെങ്കിൽ ഒരു ഫൗണ്ടേഷൻ വേണം അല്ലെ? അപ്പൊ ആ ഫൗണ്ടേഷൻ ആണ് ആദ്യം ആഡ് ചെയ്യുന്നത്. ഇതാണ് പ്രൈമർ. കണ്ടോ, പ്രൈമർ ആഡ് ചെയ്ത് വിടും. കാരണം വായുവിലേക്ക് അല്ലെങ്കിൽ ഒരു വാക്വത്തിലേക്ക് പുതിയ DNTPsനെ ബ്ലാങ്ക് ആയിട്ട് കൊണ്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ആദ്യം എന്ത് വേണം? ഒരു ഫ്രീ 3' OH വേണം. കണ്ടോ, ഇവിടെ ഒരു ഫ്രീ 3' OH ഉണ്ട്. ഈ 3' OH ആദ്യം ഇവിടെയും വേണം. അപ്പൊ അത് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു RNA പ്രൈമറിനെ ആഡ് ചെയ്യുന്നത്. കണ്ടോ, RNA പ്രൈമറിനെ ആഡ് ചെയ്തു. എന്തിനാണ്? ടു ഗീവ് ദ ഫ്രീ 3' OH. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നത് ഒരു ന്യൂക്ലിയോടൈഡിന്റെ 3' OH അടുത്ത ന്യൂക്ലിയോടൈഡിന്റെ 5' ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3' OH വേണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രൈമറിനെ ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. പ്രൈമറും ടെംപ്ലേറ്റും വരുന്ന ഈ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ, ഈ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഷോർട്ട് റീജിയൻ ഉണ്ടായിരിക്കും, ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് പാരന്റൽ DNA-യുടെ റീജിയനും ഉണ്ടാവും. അപ്പൊ ഈ റീജിയനെ നമ്മൾ എന്ത് വിളിച്ചു? പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ എന്ന് വിളിച്ചു. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ വേണം, പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ ആൻഡ് DNTPs വേണം. ഇത് നമ്മൾ ഓൾറെഡി എൻസൈമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി ആ പ്രോസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇനി നമ്മൾ ആ പ്രോസസ്സിലേക്ക് വരുമ്പോ നിങ്ങൾ ഇപ്പൊ കണ്ടതൊക്കെ തന്നെയാ, വേറെ ഒന്നുമില്ല ഇവിടെ. ദിസ് ഇസ് എ ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. കണ്ടോ, ഇതാണ് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. നമുക്ക് അവിടെ ന്യൂക്ലിയോടൈഡിനെ കാണാം. ഇതാണ് നമ്മളുടെ പ്രൈമർ. ഓക്കെ, ഫ്രീ 3' OH ഉണ്ട്. പുതിയ ന്യൂക്ലിയോടൈഡ് ആണ് ഈ വരുന്നത്. കണ്ടോ, DNTP വരുന്നു പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷനിലേക്ക്. അപ്പൊ ഈ 3' OH എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞ പോലെ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഫോസ്ഫേറ്റ് ആൽഫ ഫോസ്ഫേറ്റ് ആണ് അല്ലെ, അതിനെ അറ്റാക്ക് ചെയ്യും. അപ്പൊ ഇവര് തമ്മിലൊരു ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യും. ബാക്കിയുള്ള രണ്ട് ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ, ഗാമ ആൻഡ് ബീറ്റ, അത് എലിമിനേറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. കണ്ടോ, ഇവര് തമ്മിൽ ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്തു. നൗ ദിസ് 3' OH ആക്ട് ആസ് എ ന്യൂക്ലിയോഫൈൽ ഗ്രൂപ്പ്. പുതിയ ന്യൂക്ലിയോടൈഡ് വരുന്നു, ഫോസ്ഫോഡയസ്റ്റർ ബോണ്ട് ഫോം ചെയ്യുന്നു, ഫോസ്ഫേറ്റ് പൈറോഫോസ്ഫേറ്റ് റിലീസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് പ്രോസസ് ആയിട്ട് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇതാണ് ഇവിടെ നടക്കുന്നത്.
ക്ലിയർ ആണോ? അപ്പൊ ഇതാ നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ആക്ച്വലി ബയോളജിക്കലി നമുക്ക് ഈ പ്രോസസ്സിനെ പറ്റി പറയണം. ഓക്കെ, മെക്കാനിസം പറഞ്ഞു, എന്തൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അല്ലെ, എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. സബ്സ്ട്രേറ്റ് ആയിട്ട് എന്തൊക്കെ വേണം? DNTPs വേണം, പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ വേണം. എൻസൈം എന്തൊക്കെ വേണം? പോളിമറൈസ്, DNA പോളിമറൈസ് വേണം. അപ്പൊ നമ്മൾ ഇനി ആക്ച്വൽ പ്രോസസ്സിലേക്ക് വരുവാണ്. DNA റെപ്ലിക്കേഷന്റെ ഇനിഷിയേഷൻ നോക്കിക്കേ. ഇനിഷിയേഷൻ 3 ഫേസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ഇനിഷിയേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. നമ്മൾ പണ്ട് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ ഇതിനെ സെപ്പറേറ്റ് ചെയ്തിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ ആക്ച്വൽ നടക്കുന്ന ആ ഒരു സീരിയസ് ആയിട്ട് അങ്ങനെ പറയുവാണ്. ഓക്കെ, ഇപ്പോഴും ഇനിഷിയേഷന്റെ സ്റ്റെപ്പ് ഏതാണ്, ഇലോങ്ങേഷന്റെ സ്റ്റെപ്പ് ഏതാണ്, അങ്ങനെയൊന്നും ചോദിക്കില്ല. അപ്പൊ ഫസ്റ്റ് വൺ ഇനിഷിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം DNA പ്രോക്യാരിയോട്ടിന്റെ കേസാണ്. അപ്പൊ നമുക്ക് ഇവിടെ സർക്കുലർ ഉള്ളത്. കണ്ടോ, സർക്കുലർ DNA ആണുള്ളത്. അപ്പൊ സർക്കുലർ DNA ഇതാ ഇവിടെ ഒരു പോർഷൻ ഉണ്ട്. അൺവൈൻഡ് ചെയ്ത് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ഒറീസി. എന്ന് പറഞ്ഞാൽ ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സൈറ്റ്. ഒറീസി, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ സി എന്ന് വെച്ചാൽ ഒറിജിൻ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രത്യേകത, അതൊന്നാമത്തെ കാര്യം, AT റിച്ച് ആയിരിക്കും, അഡിനിൻ തൈമിൻ റിച്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറയാം പോളി ന്യൂക്ലിയേറ്റഡ് സ്ട്രാൻഡ് ഉണ്ട്. ഈ 2 സ്ട്രാൻഡുകൾ തമ്മിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് അഡിനിനും തൈമിനും അല്ലെ, നൈട്രജൻ ബേസുകൾ തമ്മിൽ കൂടി ചേർന്നിട്ടാണ്. അപ്പൊ അഡിനിനും തൈമിനും തമ്മിൽ 2 ഹൈഡ്രജൻ ബോണ്ടും ഗ്വാനിനും സൈറ്റോസിനും തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ടും ആണ് ഉള്ളത്. അപ്പോ ഏതിനെയാണ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പം? AT ബോണ്ടുകളെയാണ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പം. ശരിയല്ലേ, AT ആണ് ബ്രേക്ക് ചെയ്യാനായിട്ട് എളുപ്പം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒറീസിയിൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണം, നമ്മള് സ്ട്രാൻഡ് ബ്രേക്ക് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് അവിടെ AT റിച്ച് ആണ്. അതൊരു പ്രത്യേക റെപ്പിറ്റഡ് സീക്വൻസുകൾ അവിടെ ഉണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള സീക്വൻസുകൾ അവിടെ ഉണ്ട്. എത്ര ഉണ്ട്? 3 13 സീക്വൻസ്. വെരി വെരി ഇമ്പോർട്ടന്റ്. 3 13 സീക്വൻസ് ആൻഡ് 1 2 3 4 5 9 സീക്വൻസ്. ഇതാണ് ഒറീസയുടെ സീക്വൻസ് ആണ് ഈ കാണിച്ചേക്കുന്നത്. കണ്ടോ, ഒറീസിൽ എന്തൊക്കെയുണ്ട്? 3 13 സീക്വൻസും 5 9 സീക്വൻസും ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് AT റിച്ച് ആണ്. AT അഡിനിൻ തൈമിൻ റിച്ച് ആണെന്നുള്ള പോയിന്റും കൂടെ ഓർത്തേക്കണം. ഇവിടെ നിന്നാണ് റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പ്രോക്യാരിയോട്ടിക് റെപ്ലിക്കേഷനില് സ്ട്രാൻഡ് എന്താണ്? സർക്കുലർ DNA ആണ്. അതിൽ ഒറീസി ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒറീസിയിലേക്ക് ആര് വന്ന് ബൈൻഡ് ചെയ്യുന്നു? ഒരു ഇനിഷ്യേറ്റർ പ്രോട്ടീൻ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീന്റെ പേരാണ് DNA AATP. DNA AATP എന്ന് പറയുന്ന പ്രോട്ടീൻ ആണ് ഇവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. DNA AATP ക്ലിയർ ആണല്ലോ. ഇനിഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? DNA AATP വന്ന് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇത് വന്ന് ബൈൻഡ് ചെയ്യുന്ന എവിടെയാണ്? 9 സീക്വൻസിലാണ്. നമ്മുടെ ആ സർക്കുലർ DNAയുടെ 9 എത്ര 9 ഉണ്ട്? 5 9 ഉണ്ട്. ഒരു പ്രത്യേക സീക്വൻസ് ആണ് 9. കണ്ടോ, അവിടേക്കാണ് ഈ DNA AATP വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് 2 ഡൊമൈൻ ഉണ്ട്. ഫസ്റ്റ് ഇതാണ് DNA AATP എന്ന് വിചാരിക്കേണ്ട കൈ. ഓക്കെ, അപ്പൊ അതിന് ഈ പോർഷൻ, ഓക്കെ, 2 പോർഷൻ ഉണ്ട്. ഇതാണ് DNA ബൈൻഡിങ് ഡൊമൈൻ. അപ്പം 2 ഡൊമൈൻ. ഇതാണ് DNA ബൈൻഡിങ് ഡൊമൈൻ. ഇത് വെച്ച് 9 ഇവര് ബൈൻഡ് ചെയ്യും. ഇത് വെച്ച് ഇവര് 9 സീക്വൻസിൽ ബൈൻഡ് ചെയ്തു. ഓക്കെ, DNA ബൈൻഡ് ചെയ്ത പാർട്ട്. അടുത്ത ഡൊമൈൻ ആണ് ഈ പാർട്ട്. ഇത് വെച്ച് ഇവിടെയാണല്ലോ ബൈൻഡ് ചെയ്യുന്നത്. ഇത് വെച്ച് അവര് ആരെ കോണ്ടാക്ട് ചെയ്യും? 13 കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, 13 കോണ്ടാക്ട് ചെയ്യും. മനസ്സിലായോ? അപ്പൊ 9 ബൈൻഡ് ചെയ്തിട്ട് 13 കോണ്ടാക്ട് ചെയ്യും. ഇപ്പൊ DNA ATP എവിടെ ബൈൻഡ് ചെയ്തു? 9 ബൈൻഡ് ചെയ്തു. ഇറ്റ് ഇന്ററാക്ട് വിത്ത് 13 സീക്വൻസ്. അപ്പൊ കണ്ടോ, 13 എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അൺവൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അൺവൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ആദ്യമേ എന്താ സംഭവിച്ചത്? ഒറീസിയിലേക്ക് DNA ATP വന്നു. 9 സീക്വൻസിൽ എവിടെയാണ് ബൈൻഡ് ചെയ്തത്? 13 സീക്വൻസ് ആൻഡ് 9 രണ്ടും ഉണ്ട്. അതിൽ എവിടെയാണ് ബൈൻഡ് ചെയ്തത്? 9 ബൈൻഡ് ചെയ്തു. ആൻഡ് 13 തൊട്ട് അൺവൈൻഡിങ് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റെപ്പില് ഹെലിക്കേസ് വന്നു. ഹെലിക്കേസ് എന്നറിയപ്പെടുന്നത് DNA B ആണ്. ഓക്കെ, DNA B ആണ്.
ഈ DNA ബിയെ കൊണ്ടുവരുന്ന കണ്ടോ ഒരു ചെറിയ ഒരു ബ്ലൂ കളറിലെ പ്രോട്ടീൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ലോഡർ, ഹെലിക്കേസ് ലോഡർ. ഹെലിക്കേസിനെ എടുത്ത് ലോഡ് ചെയ്യുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് ഹെലിക്കേസ് ലോഡർ. DNA അവിടെ ഉണ്ട്, DNA-C. അപ്പൊ DNA-C നമ്മളുടെ ഓപ്പൺ ചെയ്യാനുള്ള എൻസൈം DNA ഹെലിക്കേസിനെ ആയിട്ട് വരുന്നു, ഹെലിക്കേസിനെ ആയിട്ട് വരുന്നു, ലോഡ് ചെയ്തു. കണ്ടോ 2 ഹെലിക്കേസിനെ ലോഡ് ചെയ്തു. താഴത്തെ സ്ട്രാൻഡിൽ ഒരെണ്ണത്തെ ലോഡ് ചെയ്തു, മേളത്തെ സ്ട്രാൻഡിൽ ഒരെണ്ണത്തെ ലോഡ് ചെയ്തു. ആ ജസ്റ്റ് ഓപ്പൺ ചെയ്ത പോർഷനിൽ 2 ഹെലിക്കേസ് എൻസൈമുകളെ ലോഡ് ചെയ്യുന്നു. അപ്പൊ DNA ATP വരുന്നു, അതിനുശേഷം ഹെലിക്കേസ് വരുന്നു. ഹെലിക്കേസ് എങ്ങനെയാ വരുന്നത്? ഹെലിക്കേസിനെ കൊണ്ടുവരുന്നത് ഹെലിക്കേസ് ലോഡർ ആണ്. അതാ അൺബൈൻഡ് ചെയ്ത് അല്ലെ DNA സ്ട്രാൻഡിലേക്ക് കയറുന്നു. അടുത്തത് പ്രൈമേസ് എൻസൈം ആണ്. പ്രൈമേസിന്റെ ഫംഗ്ഷൻ എന്താ? പേരിലുണ്ട്, പ്രൈമറിനെ ആഡ് ചെയ്യുക. കണ്ടോ ഇവിടുന്ന് പുതിയ പ്രൈമറിനെ ആഡ് ചെയ്ത് കൊടുത്തു. 2 സ്ട്രാൻഡിലും പുതിയ പ്രൈമറിനെ കൊടുത്തു. ഇതാണ്. ഇനി DNA ഹെലിക്കേസ് റിക്രൂട്ട് എ പ്രൈമേസ്. നമ്മളിപ്പോ പറഞ്ഞല്ലോ പ്രൈമേസിനെ റിക്രൂട്ട് ചെയ്തു, എന്നിട്ട് പ്രൈമർ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്തു. 2 സ്ട്രാൻഡിലും പ്രൈമർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, അപ്പൊ RNA പ്രൈമർ ആഡ് ചെയ്ത് വിട്ടു. പുതിയ RNA പ്രൈമർ ആദ്യം DNA ATP വരുന്നു, ബൈൻഡ് ചെയ്യുന്നു, സ്ട്രാൻഡ് അൺബൈൻഡ് ചെയ്യുന്നു, ഹെലിക്കേസ് വരുന്നു, 2 സൈഡിലേക്കും അൺബൈൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. പറഞ്ഞ മനസ്സിലായോ? ഹെലിക്കേസ് വന്നു കഴിയുമ്പോൾ പ്രൈമേസ് വരുന്നു, പുതിയ പ്രൈമർ ആഡ് ചെയ്യുന്നു. ഇനി നമ്മൾ പറഞ്ഞ സെയിം പ്രോസസ് നടക്കും. 3' ഫ്രീ OH അവിടെ കൊടുക്കും അല്ലെ? ഇനി മെയിൻ ആണ് വരണ്ടേ, പോളിമറൈസ് വരണം. അപ്പൊ പ്രൈമേഴ്സ് വന്നു ആൻഡ് ഹെലിക്കേസ് വന്നു. എന്നിട്ട് ഇതിനെ ഒരു ക്ലാമ്പ് ലോഡർ എന്ന് പറയുന്ന പുതിയൊരു സാധനം റെക്കഗ്നൈസ് ചെയ്യും. ആരാണ്? ക്ലാമ്പ് ലോഡർ. ക്ലാമ്പ് ലോഡർ. ഈ ക്ലാമ്പ് ലോഡർ DNA പോളിമറൈസിന്റെ പാർട്ടാണ്. DNA പോളിമറൈസിന്റെ പാർട്ടാണ് ക്ലാമ്പ് ലോഡർ. ക്ലാമ്പ് ലോഡർ വരുന്നു. ഓക്കെ, ഇനി നോക്കിയേ, സ്ലൈഡിംഗ് ക്ലാമ്പ് ആർ അസംബിൾഡ് ഓൺ ഈച്ച് RNA പ്രൈമർ. ഇപ്പൊ നമ്മളുടെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് RNA പ്രൈമർ ഇതിലേക്ക് വന്ന് നമ്മളുടെ ലോഡർ നമ്മുടെ ഹെലിക്കേസിനെ കൊണ്ടുവന്ന ലോഡറിനെ പോലെ തന്നെ ഇവിടെ ഒരു ലോഡർ ഉണ്ട്. DNA പോളിമറൈസിനെ ലോഡ് ചെയ്യുന്ന ഒരു ലോഡർ ഉണ്ട്. അപ്പൊ ആ ലോഡർ കൊണ്ടുവന്ന് അസംബിൾ ചെയ്യുന്നു. സ്ലൈഡിംഗ് ക്ലാമ്പിനെ പ്രൈമറിലേക്കും ലീഡിംഗ് സ്ട്രാൻഡിലേക്കും ആയിട്ട് അസംബിൾ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ സ്ട്രക്ചർ ഒന്ന് കാണാം, അപ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടോ, ആക്ച്വലി ഇതൊരു ഹോളോ എൻസൈം ആണ്. DNA പോളിമറൈസ് 3 ഹോളോ എൻസൈം ആണ്. എന്ന് വെച്ചാൽ 3 എൻസൈമും 3 പോളിമറൈസ് 3യും ക്ലാമ്പ് ലോഡറും ക്ലാമ്പും എല്ലാം കൂടെ ചേർന്നതിനെയാണ് നമ്മൾ ഹോളോ എൻസൈം, കംപ്ലീറ്റ് എൻസൈം സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് കണ്ടോ, ക്ലാമ്പ് ലോഡർ പ്രൈമറിന്റെ അങ്ങോട്ട് 3' അങ്ങോട്ട് ലോഡ് ചെയ്ത് വെച്ചു, പോളിമറൈസിനെ ലോഡ് ചെയ്ത് വെച്ചു. മനസ്സിലായല്ലോ? ഹോളോ എൻസൈമിനെ അവിടെ ലോഡ് ചെയ്ത് വെച്ചു. ഇനി ഹെലിക്കേസ് എന്ത് ചെയ്യാൻ തുടങ്ങും? ഹെലിക്കേസ് മൂവ് ചെയ്യും. ഇതാണ് നമ്മുടെ സ്ട്രാൻഡ്. അപ്പൊ ഇതിലെ കൂടെ ഹെലിക്കേസ് മൂവ് ചെയ്തു. 1000 ബേസ് പെയർ മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇങ്ങോട്ട് അടുത്ത ഹെലിക്കേസ് മൂവ് ചെയ്തു, 1000 ബേസ് പെയർ മൂവ് ചെയ്തു എന്ന് അങ്ങോട്ട് വിചാരിക്കാം. ഓക്കെ, എന്നിട്ടോ സെക്കൻഡ് RNA 1000 എണ്ണം കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ പ്രൈമേസ് അവിടെ പുതിയ RNA പ്രൈമറിനെ ആഡ് ചെയ്യും. ഓക്കെ, എവിടെയാണ്? ലാഗിങ് സ്ട്രാൻഡ്. 2 സ്ട്രാൻഡ് ഉണ്ട്. ഒരു സ്ട്രാൻഡിന്റെ സിന്തസിസ് കണ്ടിന്യൂസും ഒരെണ്ണത്തിന്റെ ഡിസ്കണ്ടിന്യൂസും ആണ്. ഓക്കെ, നമുക്ക് ഫിഗർ വെച്ച് പറയാം. കണ്ടോ, ഹെലിക്കേസ് മൂവ് ചെയ്തു, കുറച്ചങ്ങ് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടെ അടുത്ത പ്രൈമറിനെ ആഡ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഇത് ഫസ്റ്റ് പ്രൈമർ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്തു. ഇത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും, ഒരു പ്രശ്നവും ഇല്ല. പോളിമറൈസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കി ഇവിടം വരെ എത്തി. കണ്ടോ, അപ്പൊ ഇതാണ് പുതിയ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് പുതിയ ഡോട്ടർ സ്ട്രാൻഡ്, ഒരു പ്രശ്നവും. അതേ സമയത്ത് താഴത്തെ കേസിൽ, ഇവിടുത്തെ കേസിൽ ഹെലിക്കേസ് മൂവ് ചെയ്യുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട് ഒരു ചോദ്യം, ഹെലിക്കേസ് മൂവ് ചെയ്യുന്ന സ്ട്രാൻഡ് ഏതാണ് എന്ന് ചോദിക്കാറുണ്ട്. ഏത് സ്ട്രാൻഡാണ്? ലാഗിങ് സ്ട്രാൻഡ്. കണ്ടോ, താഴത്തെ ഈ സ്ട്രാൻഡിലൂടെയാണ് ഹെലിക്കേസ് മൂവ് ചെയ്യുന്നത്. ഹെലിക്കേസ് മൂവ് ചെയ്ത് കഴിയുമ്പോ, ഹെലിക്കേസ് ഈ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്ത് കഴിയുമ്പോ അവിടെ ഫസ്റ്റ് പ്രൈമർ ആഡ് ചെയ്തു. ഏകദേശം 1000-ഓളം ന്യൂക്ലിയോടൈഡ് മൂവ് ചെയ്ത് കഴിയുമ്പോൾ 1 മോർ പ്രൈമർ ആഡ് ചെയ്ത് കഴിയും. ഓക്കെ, അങ്ങനെ പ്രൈമർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, എന്നിട്ട് ആ പ്രൈമറിൽ നിന്ന് പോളിമറൈസ് എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ താഴത്തെ സ്ട്രാൻഡിന്റെ സിന്തസിസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. കാരണം ഇവിടെ നമുക്ക് ലീഡിംഗ് സ്ട്രാൻഡിൽ ഉണ്ടാവേണ്ട ഡയറക്ഷൻ 5', 3' ഡയറക്ഷനിലാണ് ഡോട്ടർ സ്ട്രാൻഡ് ഉണ്ടാവേണ്ടത് അല്ലെ? പോളിമറൈസ് സ്കാൻ പാരന്റ് സ്ട്രാൻഡ് ഓൺലി ഇൻ 3', 5' ഡയറക്ഷൻ.
അപ്പൊ പോളിമറൈസിന് ഈ ഒരു ഡയറക്ഷനിലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ മേളത്തെ സ്ട്രാൻഡ് ഏത് ഡയറക്ഷനിലാണ് ഇരിക്കുക? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും താഴത്തെ സ്ട്രാൻഡ് ഇരിക്കുക അല്ലെ. ഒരേ പോളിമറൈസേ ഉള്ളൂ അല്ലെ. ഈ പോളിമറൈസിന് ഇങ്ങോട്ട് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെ മൂവ് ചെയ്യും? ഒരു സ്ഥലത്ത് ഇങ്ങനെയും സിന്തസൈസ് ചെയ്യും, ഒരു സ്ഥലത്ത് ഇങ്ങനെയും പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് തിയറട്ടിക്കലി അങ്ങനെ പറഞ്ഞാലും പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല. അപ്പൊ എന്താ ചെയ്യുക എന്ന് വെച്ചാല് നോക്കിക്കേ, ഒരു ലൂപ്പ് ഫോം ചെയ്യും. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്ന പോലെ ലാഗിങ് സ്ട്രാൻഡ് ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യും. ലീഡിങ് സ്ട്രാൻഡ് കണ്ടിന്യൂസ് ആണ്, താഴത്തെ ലാഗിങ് സ്ട്രാൻഡ് എന്ത് ചെയ്യും? സപ്പോസ് ഇത് 5 പ്രൈമും ഇത് 3 പ്രൈമും ആണ്. ഇപ്പൊ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ് ഇങ്ങനെയാണ് അല്ലെ. ഇതാ 3 പ്രൈം 5 പ്രൈം ഡയറക്ഷനിൽ തിരിച്ച് അല്ലെ നേരെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. താഴത്തെ ഡയറക്ഷൻ ഇത് 5 പ്രൈമും ഇത് 3 പ്രൈമും ആയിരിക്കും. അപ്പൊ നമ്മൾ ഇതിനൊന്ന് ലൂപ്പ് ചെയ്യും. ദാ ഇങ്ങനെ ലൂപ്പ് ചെയ്യും. കണ്ടോ? ലൂപ്പ് ചെയ്തു. അപ്പം ഇവിടെ 3 പ്രൈമും വരും, ഇവിടെ 5 പ്രൈമും വരും അല്ലെ. നമ്മൾ ലൂപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും എന്തായിരിക്കും? തിരിഞ്ഞു വരും. ഇത് 5 പ്രൈമും ഇത് 3 പ്രൈമും ആണെങ്കിൽ ഇങ്ങനെ തിരിക്കുമ്പോൾ ഇതെന്തായി? തിരിഞ്ഞു വരും, ഓപ്പോസിറ്റ് വരും. അപ്പൊ ഇത് 5 പ്രൈമും ഇത് 3 പ്രൈമും ആണെങ്കിൽ ഇങ്ങനെ തിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് 3 പ്രൈമും ഇത് 5 പ്രൈമും ആയിട്ട് വരും. അപ്പൊ അതേ പ്രിൻസിപ്പിൾ ആണ് ഇവിടെ ലൂപ്പ് ചെയ്തു. അപ്പൊ പോളിമറൈസിനെ ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം, എന്നിട്ട് രണ്ടിനെയും ഒരേ ഡയറക്ഷനിൽ സിന്തസൈസ് ചെയ്യാം. നിങ്ങൾക്ക് അത് ഞാൻ മൂവിങ് ഫിഗർ വെച്ചിട്ട് പറയാം, അപ്പൊ മനസ്സിലാവും. ഓക്കെ. എന്നിട്ട് എപ്പോഴാണോ ഇതിങ്ങനെ സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യുക, രണ്ട് റെപ്ലിക്കേഷൻ ഫോർക്കും സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യാണ്, എപ്പോഴാണോ ഇവര് മീറ്റ് ചെയ്യുന്നത് അപ്പോൾ റെപ്ലിക്കേഷൻ അവിടെ ഫിനിഷ് ആവും. അപ്പൊ ഈ കാണുന്നത് റെപ്ലിക്കേഷൻ ഫോർക്കാണ്. റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറഞ്ഞാല് ഇതാ അൺവൈൻഡഡ് ആയിട്ടുള്ള പോർഷനും നമ്മളുടെ കണ്ടോ അൺവൈൻഡഡ് ആയിട്ടുള്ള പോർഷൻ, ഇത് നമ്മളുടെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള പോർഷൻ, ഇവിടെ പോളിമറൈസ് പുതിയ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യുന്ന റീജിയൻ. അപ്പൊ ഈ ഒരു ലൊക്കേഷൻ, ഈ ഒരു സൈറ്റിനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുക. രണ്ട് റെപ്ലിക്കേഷൻ ഫോർക്ക് നമുക്കൊരു ജംഗ്ഷനിൽ കാണാൻ സാധിക്കും. അൺറെപ്ലിക്കേറ്റഡ് പോർഷനും റെപ്ലിക്കേറ്റഡ് പോർഷനും കൂടെ വരുന്ന ആ റീജിയനെയാണ് നമ്മൾ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് വിളിക്കുക. അപ്പൊ റെപ്ലിക്കേഷൻ ഫോർക്ക് രണ്ടെണ്ണം ഇങ്ങനെ മൂവ് ചെയ്ത് അവസാനം കൊളൈഡ് ചെയ്യുമ്പോൾ റെപ്ലിക്കേഷൻ ഫിനിഷ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ടെർമിനേഷൻ. ഇപ്പൊ നമ്മൾ ഇനി പോളിമറൈസിനെ പറ്റി പറയുവാണ്. നമ്മൾ പറഞ്ഞതാണ് പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിമറൈസ് 3യെ പറ്റിയിട്ടാണ്. ദാറ്റ് ഈസ് ദ മെയിൻ പോളിമറൈസ് ഹിയർ. അപ്പൊ ഇവിടെ 3 പോളിമറൈസ് 3യും ഒരു ലോഡിംഗ് ക്ലാമ്പും അതുപോലെ തന്നെ ഒരു കണക്ടറും ഒക്കെ കൂടെ ചേർന്നതാണ് നമ്മളുടെ പോളിമറൈസ് 3 എന്ന് ഹോളോ എൻസൈം എന്ന് പറയുന്നത്. നോക്കിയേ, 1 2 3 3 പോളിമറൈസ്, ലിങ്കർ കണ്ടോ, ലിങ്കർ, പിന്നെ ഇതാണ് നമ്മുടെ സ്ലൈഡിംഗ് ക്ലാമ്പ്. ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന ടോപ്പ് പ്രോട്ടീൻ, സ്ലൈഡിംഗ് ക്ലാമ്പിലേക്ക് ലിങ്കറിലേക്ക്, ഇതൊരു ലിങ്കർ ഉണ്ട്, ആ ലിങ്കറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് ടോപ്പ് പ്രോട്ടീൻ. അപ്പൊ പോളിമറൈസിനെ ടോ വെച്ചിട്ട് ലിങ്കറിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇത് ക്ലാമ്പ് ലോഡർ, ഞാൻ പറഞ്ഞില്ലേ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിഎൻഎയിലേക്ക് കൂടെ മൂവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് സ്ലൈഡിംഗ് ക്ലാമ്പും കൂടെ ഉണ്ട്. ഓക്കെ, സ്ലൈഡിംഗ് ക്ലാമ്പ്, ക്ലാമ്പ് ലോഡറും പിന്നെ ഒരു സ്ലൈഡിംഗ് ക്ലാമ്പും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് പറയാനുള്ളത്. ഇതാണ് ഡിഎൻഎയുടെ സ്ട്രക്ചർ. ഇനി ത്രോംബോൺ മോഡൽ, ആ ലൂപ്പ് ഫോം ചെയ്തിട്ടാണ് ലാഗിങ് സ്ട്രാൻഡിൽ, താഴത്തെ സ്ട്രാൻഡിൽ സിന്തസിസ് നടക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കണം അല്ലെ. അതിനാണ് നമ്മൾ ത്രോംബോൺ മോഡൽ. ഈ സ്ട്രക്ചർ നമ്മുടെ ഈ ക്ലാരിനെറ്റ് പോലത്തെ ത്രോംബോൺ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ആ ഒരു ഷേപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ മോഡലിനെ വിളിക്കുന്ന പേരാണ് ത്രോംബോൺ മോഡൽ. നിങ്ങൾ മേളിൽ കാണുന്നത് ശരിക്കും ലീഡിംഗ് സ്ട്രാൻഡ് ആണ്. കണ്ടോ, ലീഡിംഗ് സ്ട്രാൻഡ് ആണ്. താഴെ കാണുന്ന ലാഗിങ് സ്ട്രാൻഡ് ആണ്. അപ്പൊ ഡയറക്ഷൻ തിരിക്കാൻ വേണ്ടിട്ട് ഇതാ ഒരു ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. നമുക്ക് ഫിഗർ കണ്ടിട്ട് വരാം. ഓക്കെ, കണ്ടോ, നോക്കിയേ, കണ്ടോ, താഴത്തെ സ്ട്രാൻഡ് 1 സ്ട്രാൻഡ് കറക്റ്റ് ആയിട്ട് ഇതാ ഇവിടെ സിന്തസൈസ് ചെയ്ത് പോകുന്നു. ലീഡിംഗ് സ്ട്രാൻഡ് കറക്റ്റ് ആയിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ സിന്തസൈസ് ചെയ്യുമ്പോൾ ലാഗിങ് സ്ട്രാൻഡ് ലൂപ്പ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. കണ്ടോ, ലൂപ്പ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. എന്തിനാണ്? ഡയറക്ഷൻ സിമിലർ ആക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. രണ്ടും ഒരേ ഡയറക്ഷനിൽ, അപ്പോഴേ ഒറ്റ പോളിമറൈസ് ഹോളോ എൻസൈം അല്ലേ ഉള്ളൂ. അപ്പൊ രണ്ടുപേർക്ക് ഒരേ ഡയറക്ഷനിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ലൂപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ ലൂപ്പ് ചെയ്യുന്ന മോഡലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ത്രോംബോൺ മോഡൽ എന്ന് വിളിക്കുക. ഇപ്പൊ നമുക്കൊന്ന് ഇപ്പൊ നമ്മൾ കണ്ട ആ ഫിഗറിന് നമുക്ക് ഫിഗർ വെച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കാം. ഇതാ ഒരു പോളിമറൈസ്, ഫസ്റ്റ് വൺ, ഒരു പോളിമറൈസ് എവിടെ ഉണ്ടാവും? ലീഡിംഗ് സ്ട്രാൻഡിൽ ഉണ്ടാവും. ഇതാ ഇവിടെ ഉണ്ടാവും, ലീഡിംഗ് സ്ട്രാൻഡിൽ, മേളിലത്തെ സ്ട്രാൻഡിൽ ഉണ്ടാവും.
രണ്ട് പോളിമറൈസ്, അതാ ഒരു പോളിമറൈസ് നമ്മളുടെ ഈ ഒരു സ്ട്രാൻഡിലെ ലാഗിങ് സ്ട്രാൻഡിലെ കുറെ പോർഷനെ സിന്തസൈസ് ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഹെലിക്കേസ് മൂവ് ചെയ്തു. 1000 കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു പ്രൈമറിനെ ആഡ് ചെയ്തു. അപ്പൊ ആ ലൊക്കേഷനിലേക്ക് അടുത്ത പോളിമറൈസ് ബൈൻഡ് ചെയ്തു. കണ്ടോ, അടുത്ത പോളിമറൈസ് ബൈൻഡ് ചെയ്തു. അവിടുന്ന് അടുത്ത സ്ട്രാൻഡ് ഉണ്ടാക്കി. കണ്ടോ, അപ്പൊ അങ്ങനെ രണ്ട് ഓൾട്ടർനേറ്റീവ് സ്റ്റെപ്പിൽ രണ്ട് പോളിമറൈസ് ആണ് ലാഗിങ് സ്ട്രാൻഡിൽ പണിയെടുക്കുന്നത്. ലാഗിങ് സ്ട്രാൻഡിൽ എത്ര പോളിമറൈസ് ഉണ്ട്? രണ്ട് പോളിമറൈസ് ആണ്. ആദ്യം ഒരു പോളിമറൈസ് ഒരു പ്രൈമറിനെ എക്സ്റ്റെൻഡ് ചെയ്യും. അത് കഴിയുമ്പോൾ അടുത്ത പ്രൈമർ അവിടെ സിന്തസൈസ് ചെയ്യും. അതിനെ രണ്ടാമത്തെ പോളിമറൈസ് എക്സ്റ്റെൻഡ് ചെയ്യും. അങ്ങനെ രണ്ട് പോളിമറൈസ് ആണ് എവിടെ പണിയെടുക്കുന്നത്? ലാഗിങ് സ്ട്രാൻഡിൽ പണിയെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫിഗർ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. കണ്ടോ, നോക്കിയേ. ഇതാ ഫസ്റ്റ് പോളിമറൈസ് എന്ത് ചെയ്തു? ഇവിടെ ഉണ്ടാക്കി, പ്രൈമറിനെ എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങോട്ട് പോയി. അടുത്തതായി ഇവിടെ പ്രൈമർ ആഡ് ചെയ്തു. അതിനെ ഈ രണ്ടാമത്തെ പോളിമറൈസ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പൊ ആ മൂവിങ് ഫിഗർ നോക്കിയാൽ മതി. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുവാണ്, നോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ലാഗിങ് സ്ട്രാൻഡിൽ പണിയെടുക്കുന്ന രണ്ട് പോളിമറൈസിനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ പ്രൈമറിനെ എക്സ്റ്റെൻഡ് ചെയ്തു. അടുത്തത് ഈ പ്രൈമറിനെ ആദ്യത്തെ പോളിമറൈസും എക്സ്റ്റെൻഡ് ചെയ്തു. കണ്ടോ, അപ്പൊ ഇങ്ങനെ ഈ പോളിമറൈസ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പാണ് ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യും. ക്ലിയർ ആണോ? അപ്പം രണ്ട് പോളിമറൈസ് ലാഗിങ് സ്ട്രാൻഡിൽ, ഒരു പോളിമറൈസ് ലീഡിങ് സ്ട്രാൻഡിൽ. അപ്പൊ ഇതിൽ ഏതാണ് ലാഗിങ് സ്ട്രാൻഡ്? ഈ ലൂപ്പ് ചെയ്യുന്നതാണ് ലാഗിങ് സ്ട്രാൻഡ്. ഇതാണ് ലാഗിങ് സ്ട്രാൻഡ്. കണ്ടോ, രണ്ട് പോളിമറൈസ് മാറി മാറി പണിയെടുക്കുന്നു. ഓക്കെ, ലീഡിങ് സ്ട്രാൻഡിൽ ഒരു പോളിമറൈസ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി അവസാനത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുവാണ്. ഇനി നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എപ്പോഴും ഒരു സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് വന്ന് ബൈൻഡ് ചെയ്യും. അതർവൈസ് ഈ ഹൈഡ്രജൻ ബോണ്ട് റീഫോം ചെയ്ത് ഹെലിക്സ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് തടയാൻ വേണ്ടിയിട്ട് എപ്പോഴും അവിടെ നമ്മളുടെ സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻസ് അവിടെ വന്ന് ബൈൻഡ് ചെയ്ത് നിൽക്കും. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. സ്ട്രാൻഡിനെ അങ്ങനെ തന്നെ അൺബൈൻഡ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ള എൻസൈം ആണ് സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻസ്. അതവിടെ ഉണ്ടാകും. ഓക്കെ, അടുത്തത് നമ്മൾ എപ്പോഴും RNA പ്രൈമറിനെ ആദ്യം ആഡ് ചെയ്ത് വിട്ടു. ഇത് RNA ആണ്. നമുക്ക് അതിനെ റിമൂവ് ചെയ്യണം. എന്നിട്ട് അവിടെയും റീപ്ലേസ് ചെയ്യണം. DNA റീപ്ലേസ് ചെയ്യണം. അപ്പൊ അതിനുള്ള എൻസൈം ആണ് RNase-H. പ്രോകാരിയോട്ടിലെ എൻസൈം ആണ് RNase-H. ഓക്കെ, RNase-H. അപ്പൊ അവരിതായി പച്ച കളറിലുള്ള RNDPസിനെ ഇവിടെ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റും. ഓക്കെ, പക്ഷെ എക്സെപ്റ്റ് ലാസ്റ്റ് RNDPസിനെ മാറ്റാൻ പറ്റില്ല. അതായത് ജംഗ്ഷൻ ന്യൂക്ലിയോടൈഡ്, ഇത് DNA-യും RNA-യും തമ്മിലുള്ള ജംഗ്ഷൻ ആണ്. അതിനെ മാറ്റാൻ ആർക്ക് പറ്റില്ല? RNase-H-ന് പറ്റില്ല. ഓക്കെ, അപ്പൊ അത് മാറ്റാനാണ് നമ്മൾ ആദ്യം പറഞ്ഞ DNA പോളിമറൈസ് 1 വരുന്നത്. കണ്ടോ, DNA പോളിമറൈസ് 1 വരുന്നു. DNA പോളിമറൈസ് 1 ക്യാൻ റിമൂവ് ദിസ് ജംഗ്ഷൻ. അപ്പൊ അച്ഛ അവിടെ നിന്ന് മാറി അല്ലെ? എന്നിട്ടോ പുതിയ DNDPസിനെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ആര്? DNA പോളിമറൈസ് 1. ഈ പ്രോസസ്സാണ് നിക്ക് ട്രാൻസ്ലേഷൻ. അപ്പൊ ഇത് ആരാണ് ചെയ്യുന്നതെന്ന് എപ്പോഴും ചോദിക്കും. പോളിമറൈസ് 1 ആണ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും, ഒരു നിക്ക് ഉണ്ടാവും. അതായത് നിക്ക് എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് എ സിംഗിൾ എന്താണ് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നിക്ക് എന്ന് വിളിക്കുക. അപ്പൊ ഒരു ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിന്റെ കുറവ് അവിടെ ഉണ്ടാവും. അപ്പൊ ആ നിക്കിനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിഗേസ് എൻസൈം വരും. ലിഗേസ് നിക്കിനെ അവിടെ സീൽ ചെയ്ത് വിടും. ഇതോടുകൂടി നമ്മുടെ റെപ്ലിക്കേഷൻ അവിടെ കംപ്ലീറ്റ് ആവും. ഓക്കെ, കംപ്ലീറ്റ് ആവും. അപ്പൊ ഇവിടെ നോക്കിക്കേ, RNase-H വന്നു, RNA ഡിഗ്രേഡ് ചെയ്തു. ജംഗ്ഷൻ ന്യൂക്ലിയോടൈഡിനെ DNA പോളിമറൈസ് 1 വന്ന് റിമൂവ് ചെയ്തു. എന്നിട്ട് അവസാനം ഒരു നിക്ക് മാത്രം ഉണ്ടാവും. അതിനെ കളയാൻ വേണ്ടിയിട്ട് DNA ലിഗേസ് വരും. അപ്പൊ ലിഗേസ് ആണ് ഈ കാണുന്നത്. ലിഗേസിന്റെ ആക്റ്റീവ് സൈറ്റ് ആണ്. ലിഗേസിന്റെ ആക്റ്റീവ് സൈറ്റിലുള്ള എൻസൈം ചോദിക്കാറുണ്ട്. എൻസൈം അല്ല, അമിനോ ആസിഡ് ചോദിക്കാറുണ്ട്. ലൈസിൻ ആണ് അതിന്റെ ആക്റ്റീവ് സൈറ്റിലുള്ള എൻസൈം. ഓക്കെ, അപ്പോ നമ്മളുടെ DNA ഉണ്ടല്ലോ. ആ DNA-യുടെ എവിടെയാണ് DNA? നമുക്ക് കാണാം, DNA കാണാം. ഫസ്റ്റ് നമുക്ക് നോട്ട് വെച്ച് പറഞ്ഞു പോവാം. ലൈഗേസിന്റെ ആക്റ്റീവ് സൈറ്റിലുള്ള അമിനോ ആസിഡ് ആണ് ലൈസിൻ. അപ്പൊ ലിഗേസിന്റെ ആക്റ്റീവ് സൈറ്റിലുള്ള ലൈസിനിലേക്ക് ഒരു അഡിനൈൽ ഗ്രൂപ്പിനെ, ATPയിൽ നിന്നോ NADയിൽ നിന്നോ ഒരു അഡിനൈൽ ഗ്രൂപ്പിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ലൈസിനിലേക്ക് ഒരു ആഡ് ചെയ്യുന്നു? ഒരു അഡിനൈൽ ഗ്രൂപ്പിനെ. കണ്ടോ, നൈട്രജൻ ബേസും ഷുഗറും ഫോസ്ഫേറ്റും ഒക്കെ ഉള്ള ഒരു അഡിനൈൽ ഗ്രൂപ്പിനെ ആഡ് ചെയ്യുന്നു.
അതായത് ആ ലൈസിൻ ഇവിടെ അറ്റാക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ NADയിൽ നിന്നോ ATPയിൽ നിന്നോ ഒരു അഡെനൈൽ ഗ്രൂപ്പിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ ദാ ലൈസിന്റെ ആക്റ്റീവ് സൈറ്റിൽ ആരുണ്ട്? ഒരു AMP ഉണ്ട്, ഒരു അഡെനൈൽ ഗ്രൂപ്പ് ഉണ്ട്. കണ്ടോ? അപ്പൊ ലിഗേസ് AMP ഫോം ചെയ്തു. ഇനി അടുത്ത എന്താ സംഭവിക്കുക? അടുത്ത സ്റ്റെപ്പില് ലിഗേസ് AMP ഇസ് നൗ ആക്ടിവേറ്റഡ് അല്ലെ? അങ്ങനെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ലിഗേസ് AMP എന്ത് ചെയ്യുന്നു? കണ്ടോ? ഈ ലിഗേസ് AMPയിലേക്ക് നമ്മുടെ ആ നിക്ക് എന്ന് പറയുമ്പോൾ ഒരു ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടിന്റെ കുറവാണ്. അപ്പൊ ഇതാണ് നിക്കിന്റെ ഒരു സൈഡിൽ 5' ഫോസ്ഫേറ്റും ഒരു സൈഡിൽ 3' OH ഉണ്ടാവും അല്ലെ? അപ്പം ഈ 5' ഫോസ്ഫേറ്റ് എന്ത് ചെയ്യും? ദാ ഇവിടെ ജോയിൻ ചെയ്യും. കണ്ടോ? ഇവിടെ ജോയിൻ ചെയ്യും. അതായത് നമ്മുടെ അഡിനൈലേറ്റ് ഗ്രൂപ്പിന്റെ ആൽഫ ഫോസ്ഫേറ്റിലേക്ക് ഇവിടെ ജോയിൻ ചെയ്യും. അപ്പൊ ഇവിടെ എന്തായിട്ട് മാറി? നമ്മുടെ ലിഗേസിന്റെ കൂടെയുള്ള അഡിനൈൽ ഗ്രൂപ്പ് അതിന്റെ ഫോസ്ഫേറ്റും നമ്മുടെ നിക്കിന്റെ അവിടെയുള്ള ഫോസ്ഫേറ്റും കൂടെ ജോയിൻ ചെയ്തു. അപ്പൊ ഇതിന് നമ്മൾ ഇതാക്കണ്ടോ? ഈ ഒരു അഡിനൈൽ ഗ്രൂപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ നിക്ക് ഓൺ ദ 5' ഫോസ്ഫേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നിക്കിലുള്ള 5' ഫോസ്ഫേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കിയേ. അടുത്ത സ്റ്റെപ്പില് ഇപ്പൊ നൗ ദിസ് 3' OH ക്യാൻ എന്താണ് അറ്റാക്ക് ദിസ് ഫോസ്ഫേറ്റ്. അറ്റ്ലീസ്റ്റ് ഇവിടെ 2 ഫോസ്ഫേറ്റ് എങ്കിലും വേണം. ഒരു ഫോസ്ഫേറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അത് പോരാ. അപ്പൊ ഈ ലിഗേസിന്റെ ഫോസ്ഫേറ്റും കൂടെ ഇവിടെ വന്നപ്പോ ഈ 3' നിക്കിലുള്ള 3' OH ആക്റ്റീവായി. നൗ ദേ ക്യാൻ അറ്റാക്ക്, ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്താൻ പറ്റും. ഈ ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് പറഞ്ഞ മെക്കാനിസത്തിലെ പോലെ ഇവിടെ ആൽഫ ഫോസ്ഫേറ്റിനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ ദാ ഇവിടെ ഒരു ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ട് ഉണ്ടായി. അങ്ങനെ ബോണ്ട് ഉണ്ടാവുമ്പോഴത്തേക്കും ഈ AMP ഇവിടുന്ന് റിലീസ് ആവും. കണ്ടോ? ആ കണക്ഷൻ അവിടുന്ന് മാറും, ഇവിടുന്ന് റിലീസ് ആവും. AMP റിലീസായി, നിക്ക് സീൽ ചെയ്തു, കറക്റ്റ് ആയിട്ട് നമ്മുടെ DNA ഫോം ചെയ്തു. കണ്ടോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് പ്രൈമർ ആണ്. നമ്മൾ പ്രൈമറിനെ റിമൂവ് ചെയ്തു. ആരൊക്കെ റിമൂവ് ചെയ്തു? RNase-Hഉം പോളിമറേസും കൂടെ റിമൂവ് ചെയ്തു. എന്നിട്ട് പുതിയ സ്ട്രാൻഡിനെ അവിടെ ആഡ് ചെയ്തു. അപ്പം എപ്പോഴും നമ്മുടെ താഴത്തെ സ്ട്രാൻഡ്, ലാഗിങ് സ്ട്രാൻഡിൽ പുതിയ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അവിടെ സിന്തസിസ് നടക്കുന്നത് ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ്. കാരണം ത്രോംബോൺ മോഡൽ വർക്ക്ഔട്ട് ആവുന്ന കൊണ്ട് ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫ്രാഗ്മെന്റ്സ് ബൈ ഫ്രാഗ്മെന്റ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് സിന്തസൈസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് വിളിക്കും. ഫൈനലി നമ്മൾ ഈ പ്രൈമേഴ്സിനെ റിമൂവ് ചെയ്ത് ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ കണ്ടോ, ഫ്രാഗ്മെന്റ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതാണ് നിങ്ങൾ ആ ഫിഗറിൽ കാണുന്നത്. ലിഗേസ് ആണ് ലാസ്റ്റ് ആ നിക്കിനെ സീൽ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞു, ഒക്കസാക്കി ഫ്രാഗ്മെന്റ്സ് ഒക്കെ സീൽ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഈ ഒറീസിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 2 റെപ്ലിക്കേഷൻ ഫോർക്കുകളും ഒരെണ്ണം ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും, ഒരെണ്ണം ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അവസാനം കുറച്ച് പ്രോട്ടീൻസ് ഉണ്ട്, കുറച്ച് സീക്വൻസുകൾ ഉണ്ട്. ഓക്കെ, ആ സീക്വൻസുകളിൽ കുറച്ച് പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്തിരിപ്പുണ്ട്. അപ്പൊ ഇറ്റ് ഈസ് ലൈക്ക് സ്പീഡ് ബ്രേക്കേഴ്സ്, നമ്മുടെ റോഡിലുള്ള ഹമ്പ് പോലെയാണ്. അപ്പൊ ഈ ഫോർക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും സ്പീഡ് കുറയും, ഈ 2 ഫോർക്കുകളുടെയും സ്പീഡ് കുറയും. ആൻഡ് ഫൈനലി ഈ 2 റെപ്ലിക്കേഷൻ ഫോർക്കുകളും തമ്മിൽ ജോയിൻ ചെയ്ത് ഒന്നാവും. ഇതാണ് ടെർമിനേഷൻ. പ്രോകാരിയോട്ടിലെ ടെർമിനേഷൻ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ആരൊക്കെയാണ് ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. ഇൻഷിയേറ്റർ പ്രോട്ടീൻ, DNA, ATP ബൈൻഡ് ടു ഒറീസിൻ. DNA ഹെലിക്കേസ് എന്ത് ചെയ്യുന്നു? സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യുന്നു. സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ 2 പാരന്റിന്റെയും സിംഗിൾ സ്റ്റാൻഡിൽ ബൈൻഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? രണ്ടും റീജോയിൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു DNA ഗൈറേസ് ഉണ്ട്. എന്തിനാണ് DNA ഗൈറേസ് എന്ന് അറിയാവോ? ഇപ്പൊ നമ്മുടെ റെപ്ലിക്കേഷൻ ഫോർക്ക് ആണിത്. ഓക്കെ, റെപ്ലിക്കേഷൻ ഫോർക്ക് ആണ് ഇത്. അപ്പൊ നമ്മള് പിരിഞ്ഞിരിക്കുന്ന 2 സ്ട്രാൻഡുകളെ, ഓക്കെ, ഇങ്ങനെ ഇങ്ങനെയാണല്ലോ നമ്മുടെ DNA ഹെലിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ കെട്ട് വീഴുവാണ് അല്ലെ? ഇവിടെ കെട്ട് വീണോണ്ടേ ഇരിക്കുവാണ്. ഈ സൈഡിൽ, ഈ എൻഡിൽ കെട്ട് വീണോണ്ടേ ഇരിക്കുവാണ് അല്ലെ? 2 പിരിഞ്ഞിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ അൺവൈൻഡ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ കെട്ട് വീണോണ്ടേ ഇരിക്കുവാണ്. അപ്പൊ ഈ കെട്ടിനെ റിമൂവ് ചെയ്യണം അല്ലെ? ഇതിനാണ് നമ്മൾ ഗൈറേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഉപയോഗിക്കുന്നത്. അതെ, റെപ്ലിക്കേഷൻ നമ്മൾ ഇങ്ങനെ സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വീഴുന്ന കെട്ടുകളെ, ഇവിടെ വീഴുന്ന സൂപ്പർ കോയിലിങ്ങിനെ, കെട്ടുകളാണ് സൂപ്പർ കോയിലിങ്, അതിനെ അൺവൈൻഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ഗൈറേസ് എൻസൈം. അപ്പൊ ആ സ്ട്രെസ്സിനെ റിമൂവ് ചെയ്യുന്ന എൻസൈം ആണ് ഗൈറേസ് എൻസൈം.
പ്രൈമേസ് പ്രൈമർ ആഡ് ചെയ്ത് കൊടുക്കും, പോളിമറൈസ് 3 ഇലോങ്ങേഷന് പുതിയ ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് കൊടുക്കും, പോളിമറൈസ് 1 നിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യും, റിമൂവ് RNA പ്രൈമർ ആൻഡ് ആഡ് ന്യൂ DNTPs. ഓക്കെ, ലിഗേസ് എന്ത് ചെയ്യും? നിക്ക് സീൽ ചെയ്യും. ലാസ്റ്റ് നിക്കിനെ സീൽ ചെയ്യുന്ന ആളാണ് DNA ലിഗേസ് എൻസൈം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് റെപ്ലിക്കേഷൻ ഓഫ് പ്രോക്യാരിയോട്ടിൽ വരുന്ന ആളുകള്, സബ്സ്ട്രേറ്റുകള്, എൻസൈമുകള് എല്ലാം നമ്മൾ പറഞ്ഞു, മെക്കാനിസം നമ്മൾ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്നുകൂടെ നമുക്ക് സമ്മപ്പ് ചെയ്യാം. DNA റെപ്ലിക്കേഷൻ ഇൻ കേസ് ഓഫ് പ്രോക്യാരിയോട്ടിൽ വേണ്ട എൻസൈം ഏതാണ്? പോളിമറൈസ് എൻസൈംസ് 1, 2, 3 അല്ലെ? 2 അവിടെ നിൽക്കട്ടെ, 1ഉം 3ഉം മെയിൻ ആയിട്ട് വേണം. 3 മെയിൻ പോളിമറൈസ്, 1 നിക് ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട്. പിന്നെ വേണ്ട എൻസൈമുകള്, ഹെലിക്കേസ് എൻസൈം വേണം സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യാൻ, പ്രൈമേസ് വേണം പ്രൈമർ ആഡ് ചെയ്യാൻ, ഗൈറേസ് വേണം സ്ട്രെയിൻ അല്ലെങ്കിൽ കെട്ടുകൾ മാറ്റാൻ, സൂപ്പർ കോയിലിംഗ് മാറ്റാൻ. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട എൻസൈമുകൾ വേണ്ടത്. പിന്നെ വേണ്ട ഒരു പ്രോട്ടീൻ ആണ് സിംഗിൾ സ്ട്രാൻഡ് ബൈൻഡിങ് പ്രോട്ടീൻ. സ്ട്രാൻഡിനെ അങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ, നമ്മൾ ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നിങ്ങനെ വെക്കണം അല്ലെ, കൂടിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ട്. അതേ ഫംഗ്ഷൻ ആണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ബൈൻഡിങ് പ്രോട്ടീൻ ഇവിടെ ചെയ്യുന്നത്. ഇത് വേണ്ടത് സബ്സ്ട്രേറ്റുകളാണ്. ഒന്നാമത്തെ സബ്സ്ട്രേറ്റ് ആണ് DNTPs, രണ്ടാമത്തെ സബ്സ്ട്രേറ്റ് ആണ് പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൈമർ ടെംപ്ലേറ്റ് ജംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊവൈഡിങ് ഫ്രീ 3' OH. വായുവിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, ഫ്രീ 3' OHന് വേണ്ടിയിട്ടാണ്. അടുത്തത് എന്താണ് വേണ്ടത്? നമുക്ക് ആ സ്റ്റെപ്പും കൂടെ പറയാം. ഇത്രയേ ഉള്ളൂ. ഈ ലാസ്റ്റ് ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിക്കാം. ഇനി ഒറീസി എന്ന് പറയുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. അത് 80 റിച്ച് ആണ്. അവിടെ 9 മെറും 13 മെറും ഉണ്ട്. 3 13 മെറും 5 9 മെർസും ഉണ്ട്. ഓക്കെ, ഒറീസിയിലേക്ക് വന്ന് ബൈൻഡ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് DNA AATP. അപ്പൊ ഈ DNA AATP ഒറീസി അൺവൈൻഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അടുത്തൊരു ഹെലിക്കേസ് വരും. ഹെലിക്കേസ് സ്റ്റാർട്ട് ചെയ്യുന്നു അൺവൈൻഡ് ചെയ്യാനായിട്ട്. അങ്ങോട്ട് പ്രൈമേസ് വരുന്നു. പ്രൈമേസ് പ്രൈമർ RNA പ്രൈമേഴ്സിനെ ആഡ് ചെയ്യുന്നു. അടുത്തത് ക്ലാമ്പ് ലോഡർ വരുന്നു. ഹെലിക്കേസിനെ കൊണ്ടുവരുന്നത് DNA ആരാണ്? DNA C ആണ് DNA B ആകുന്ന ഹെലിക്കേസിനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അടുത്തത് ക്ലാമ്പ് ലോഡർ, ക്ലാമ്പ്, പോളിമറൈസ് അല്ലെ, ഇത് ഒന്നാണ്. പോളിമറൈസ് ഹോളോ എൻസൈം വരുന്നു, സ്റ്റാർട്ട് സിന്തസൈസിങ് ന്യൂക്ലിയോടൈഡ്സ് അല്ലെ. ലീഡിങ് സ്റ്റാൻഡിൽ കണ്ടിന്യൂസ് ആയിട്ടും ലാഗിങ് സ്റ്റാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് നടക്കും. അപ്പൊ അങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആയിട്ട് നടക്കുമ്പോൾ ഡയറക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു മോഡലാണ് ത്രോംബോൺ മോഡൽ. ത്രോംബോൺ മോഡൽ, അതായത് ലാഗിങ് സ്റ്റാൻഡിൽ ലൂപ്പ് ഫോം ചെയ്തിട്ടാണ് ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ലൂപ്പിന്, ഈ ഒരു സ്ട്രക്ചർ ഇറ്റ് സിമിലർ ടു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ത്രോംബോൺ ആയതുകൊണ്ടാണ് നമ്മൾ ആ മോഡലിനെ അങ്ങനെ വിളിച്ചത്. അങ്ങനെ നമുക്ക് ഫുള്ളി സ്ട്രാൻഡ് അല്ലെങ്കിൽ ഫുള്ളി DNA റെപ്ലിക്കേഷൻ നടക്കുന്നു. അവസാനം നമ്മളുടെ DNA സ്ട്രാൻഡ്സ് അല്ലെ, അവസാനം നമ്മളുടെ ഈ സ്ട്രാൻഡുകൾ ഉണ്ടല്ലോ, ഉണ്ടായ പുതിയ സ്ട്രാൻഡുകൾ ഉണ്ട്. അപ്പൊ റെപ്ലിക്കേഷൻ ഫോർക്ക് 2 ഡയറക്ഷനിൽ മൂവ് ചെയ്ത് സ്പീഡ് ബ്രേക്കർ പോലെ ആക്ട് ചെയ്ത് അല്ലെ, ഫോർക്കിന്റെ അവിടെ നമ്മളുടെ ടെർമിനേറ്റർ സീക്വൻസുകൾ ഉണ്ട്, അവിടെ വന്ന് എൻഡ് ചെയ്യുന്നു അല്ലെ. അതായത് ഫോർക്ക് മിങ്കിൾ ചെയ്യുന്നു, അങ്ങനെ റെപ്ലിക്കേഷൻ അവിടെ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നു. ലിഗേസിന്റെ റോൾ ഓർക്കുക. DNA പോളിമറൈസ് 1 ആണ് നിക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. ആ റോളും കൂടെ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ റെപ്ലിക്കേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ, അപ്പോ ഞാനൊരു ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. നമുക്ക് PYQs ഉണ്ടാവും കേട്ടോ. കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളത് പറഞ്ഞാൽ എല്ലാ ആൻസറും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾക്ക് പിന്നെയും ഡിപ്രഷൻ ആവും. അതുകൊണ്ടാണ് ആദ്യമേ ക്വസ്റ്റ്യൻ ഒന്നും തരാത്തത്. ഇപ്പൊ നമ്മൾ പഠിച്ച ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പൊ ഇതൊന്ന് എല്ലാരും കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യണം കേട്ടോ. വലിയ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ആൻസർ ചെയ്യണം, എല്ലാരും ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? വിച്ച് ഓഫ് ദ following polymerase have all 5' 3' polymerase activity, 3' 5' exonuclease activity and 5' 3' exonuclease activity?
Which of the following polymerase have all 5' 3' polymerase activity, 5' 3' exonuclease activity, 3' 5' exonuclease activity? Option A, polymerase 3. Option B, polymerase 1. Option C, polymerase 2. Option D, polymerase 4 and 5. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തിടണം കേട്ടോ, മറക്കരുത്. എല്ലാവരും ആൻസർ ചെയ്തിടണം. കമന്റ് ബോക്സ് നിറയണം ആൻസർ കൊണ്ട്. എനിക്ക് കുഴപ്പമില്ല, തെറ്റിപ്പോയാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് സി മാർക്കൊന്നുമില്ല. തെറ്റിപ്പോകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ തെറ്റിച്ച് കഴിയുന്നത് ഒരിക്കലും നമ്മൾ പിന്നെ മറക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ആൻസർ ചെയ്യണം. ഇതൊരു ടെസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും അവസാനം വരെ കാണുന്നുണ്ടോന്നൊക്കെ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടെയാണ്. നമുക്ക് PYQ ഒന്നും അല്ല. PYQ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് സെഷൻസ് ഉണ്ടാവും. കുറച്ചുകൂടെയൊക്കെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മോളിക്കുലർ ബയോളജി ഒരു പകുതിയൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് വി ക്യാൻ സ്റ്റാർട്ട് ദാറ്റ്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് PYQ കൂടെ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഒരു ഐഡിയ കിട്ടും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ റെപ്ലിക്കേഷൻ ഇൻ യൂക്കാരിയോട്സുമായിട്ട് കാണാം. താങ്ക് യു.